തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. മത്സരാർത്ഥികൾ തങ്ങളുടെ മുഖചിത്രങ്ങൾ കൊണ്ട് കേരളത്തെ നിറം പിടിപ്പിച്ചിരിക്കുന്ന സമയമാണിത്. എല്ലാ 5 കൊല്ലവും നടക്കുന്ന ഒരു രാഷ്ട്രീയ ചടങ്ങ് എന്ന നിലയിൽ ഈ തിരഞ്ഞെടുപ്പിനെ നിസ്സംഗതയോടെ കാണുന്നവരുണ്ട്. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് സംഭവിക്കാത്ത എന്ത് മഹാത്ഭുതമാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വരാനിരിക്കുന്നത് എന്ന ചോദ്യം അവരുടെ മനസ്സിലുണ്ട്. എങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവർക്കാണ് ഭൂരിപക്ഷം. തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന ഭാഗം വോട്ട് ചെയ്യലാണ്. പക്ഷേ അതുമാത്രം പോരാ. തിരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ജനഹിതം വെളിപ്പെടുത്തൽ. തൊഴുതും ചിരിച്ചും കെട്ടിപ്പിടിച്ചും നമ്മുടെ മുന്നിലെത്തുന്ന സ്ഥാനാർത്ഥികളോടും മുന്നണികളോടും ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം, നിലപാടുകൾ അറിയിക്കണം, അഭിപ്രായം പറയണം. സ്ഥാനാർത്ഥികളും മുന്നണികളും വിളമ്പുന്ന നുണകൾ ഭക്ഷിച്ച് വോട്ടർമാർ മാറി നിന്നുകൂടാ. ഇന്നത്തെ കേരളീയ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് വൃത്തങ്ങളിൽ നാം ചോദിക്കേണ്ട ഏതാനും ചോദ്യങ്ങൾ സൂചിപ്പിക്കട്ടെ. 1. ഓരോ വാർഡിലെയും പഞ്ചായത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വികസന വിഷയങ്ങൾ എന്തൊക്കെയാണ്? നാട്ടിലെ ജനകീയ ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടോ? 2. കഴിഞ്ഞ പ്രാവശ്യം ഈ വാർഡിൽ നിന്ന് ജയിച്ചു കയറിയ മുന്നണിയോ സ്ഥാനാർത്ഥിയോ ആണെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഈ പ്രദേശത്തിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു? 5 കാര്യങ്ങൾ എടുത്തു കാണിക്കുവാൻ കഴിയുമോ? മതമാണ് ഞങ്ങളുടെ വിഷയം എന്ന് പച്ചയ്ക്ക് വർഗീയത പറയുന്നവർ മത്സരരംഗത്തുണ്ട്. അത്തരക്കാരോട് കൂട്ടുചേർന്നാൽ നിങ്ങൾ മറ്റു മതസ്ഥർക്ക് വേണ്ടി എങ്ങനെ നിലകൊള്ളും? മതരാഷ്ട്രവാദത്തിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നീക്കങ്ങൾ തള്ളിപ്പറയുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ? 4. രാഷ്ട്രീയത്തിലും മതത്തിലും സമൂഹത്തിലും ഞങ്ങൾ മതി, മറ്റാരും വേണ്ട എന്ന് പറയുന്ന ഫാസിസ്റ്റ് രീതിയാണ് മറ്റുള്ളവരുടെ വോട്ടും സ്ഥാനാർത്ഥിത്വവും കളയുന്നത്. അതിനെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ? 5. കഴിഞ്ഞ വർഷം എത്ര പേർക്ക് കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റു എന്ന് നിങ്ങൾക്കറിയാമോ? ഈ വിഷയത്തിൽ എന്തു ചെയ്യാൻ പോകുന്നു? മറ്റ് സംസ്ഥാനങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? 6. വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയ മലയോര ജനത ഈ നാട്ടിലുണ്ട്. നിലവിലെ നിയമം കർഷകർക്ക് അനുകൂലമല്ലെങ്കിൽ അത് പൊളിച്ചെഴുതുവാൻ എന്ത് രാഷ്ട്രീയ നടപടികളാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാനുള്ളത്? 7. മയക്കുമരുന്ന് ഭീകരമായി വ്യാപിക്കുന്നുണ്ട്. പഞ്ചായത്ത് അതിർത്തിയിൽ വെച്ച് തടയാവുന്ന കാര്യമല്ല അത്. പക്ഷേ മയക്കുമരുന്നിൻ്റെ വ്യാപനം പ്രതിരോധിക്കുവാൻ ഏതെല്ലാം തരം പദ്ധതികളാണ് നിങ്ങൾക്കുള്ളത്? 8. കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഓരോ പഞ്ചായത്തിലെ കൃഷി ഓഫീസുകൾ വഴി കർഷകർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? 9. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന പഞ്ചായത്ത് റോഡുകൾ എത്രയുണ്ടെന്ന് അറിയാമോ? അവ സമയബന്ധിതമായി നന്നാക്കാൻ കഴിയുമോ? സാധിക്കുമോ? 10. ക്രിസ്തീയ ന്യൂനപക്ഷത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ച് സർക്കാർ നിർദ്ദേശപ്രകാരം പഠിച്ച് സമർപ്പിച്ചിരിക്കുന്ന JB കോശി കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ എന്താണ് കാലതാമസം? ഇക്കാര്യത്തിൽ നിങ്ങളുടെ മുന്നണിയുടെ നിലപാട് എന്താണ്? 11. സമഗ്രമായ മാലിന്യ സംസ്കരണത്തിന് എന്ത് പരിപാടിയാണ് നിങ്ങൾക്കുള്ളത്? 12. അടുത്ത 5 വർഷത്തിനുള്ളിൽ 100 പേർക്ക് ജോലി കൊടുക്കുന്ന എന്തെങ്കിലും സംരംഭങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ ചോദ്യങ്ങൾ വിളിച്ചു വരുത്തുന്ന ചില പ്രതികരണങ്ങൾ മനസ്സിൽ കാണുന്നു. ഒരു വോട്ടിന്റെ ബലത്തിലാണോ ഒരു ഡസൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? പ്രതിമാസം 10,000 രൂപയിൽ താഴെ മാത്രം പ്രതിഫലം സ്വീകരിക്കുന്ന ഒരു മെമ്പർ ചെയ്യേണ്ടതാണോ
ഇത്രയും കനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ MLA, മന്ത്രി, മുഖ്യമന്ത്രി, MP, പ്രധാനമന്ത്രി തുടങ്ങിയവർക്ക് എന്താണ് പണി? പലതും കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾക്കും ഫണ്ടുകൾക്കും വിധേയമാണെന്നറിയില്ലേ? മറുപടി ഇത്രയുള്ളൂ: ഒന്നും നിങ്ങൾ ഒറ്റയ്ക്ക് വ്യക്തിപരമായി ചെയ്യേണ്ട. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണമോ പ്രതിപക്ഷ മുന്നണിയിൽ പിടിപാടോ ഉള്ള കക്ഷിയിൽ നിന്നല്ലേ നിങ്ങൾ. ആ മുന്നണി സ്വാധീനം ഉപയോഗിച്ച് ചെയ്താൽ മതി. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇക്കാര്യത്തിൽ വെറുതെ വിടാം. നാടിനു വേണ്ടി ഒരു കാര്യം പോലും ഉറപ്പിക്കുവാനോ ചെയ്യുവാനോ പ്രാപ്തിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനീ വേഷം കെട്ടണം? ഫാദർ മാത്യു ഇല്ലത്തുപറമ്പിൽ.